ചേർപ്പ് തിരുവുള്ളക്കാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ നവരാത്രി മഹോത്സവത്തിന് തിരിതെളിഞ്ഞു. 10 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് നവരാത്രി ആഘോഷ പരിപാടികൾ. തിങ്കളാഴ്ച വൈകിട്ട് 6 മണിക്ക് ഒരുമനയൂർ ബാലകൃഷ്ണനും സംഘവും നയിച്ച നാദസ്വരം അരങ്ങേറി. തുടർന്ന് ദേവസ്വം ജീവനക്കാരുടെ സമ്പൂർണ്ണ നെയ്നിറമാല സമർപ്പണം നടന്നു. തുടർന്ന് നടന്ന ചടങ്ങിൽ പെരുവലം ശങ്കരനാരായണന്മാരാർ പ്രാർത്ഥനാ ഗീതം ആലപിച്ചു. ഗുരുവായൂർ ദേവസ്വം മുൻ ചെയർമാൻ ടി വി ചന്ദ്രമോഹൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കുട്ടികളെ എഴുത്തിനിരുത്താൻ കൊണ്ടുവരുന്ന രക്ഷിതാക്കളെ അല്ലെങ്കിൽ ഭക്തജനങ്ങളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ക്ഷേത്രം എത്ര ദൂരെയുള്ള എത്ര അകലെ താമസിക്കുന്നവരുടെ മനസ്സിൽ പോലും സ്ഥിരപ്രതിഷ്ഠ നേടിയിട്ടുണ്ട് എന്ന്. കലാകാരന്മാരെ ബഹുമാനിക്കാത്ത ഇഷ്ടപ്പെടാത്ത ആരും നമ്മുടെ സമൂഹത്തിലില്ല. ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവരോട് പോലും ചില തർക്കങ്ങൾ സാധാരണ ഉണ്ടാവാറ്. രാഷ്ട്രീയ പ്രവർത്തകരുമായി സ്ഥിരം വിവാദങ്ങൾ ഉണ്ടാവാറ്. പക്ഷെ മിക്കപ്പോഴും കലാകാരന്മാരുമായി ഉള്ള നമ്മുടെ ബന്ധം അവരുടെ ഉയർച്ചയെ കണ്ടുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ തന്നെ 100 കണക്കിന് കുട്ടികൾ അവരുടെ അരങ്ങേറ്റത്തിന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, ഗുരുവായൂർ ക്ഷേത്രം ഉൾപ്പെടെയുള്ള പല ക്ഷേത്രങ്ങളിലും സ്ഥിരമായി അരങ്ങേറ്റങ്ങൾ നടത്തുന്നു. പ്രത്യേക ദിവസമൊന്നും പ്രാധാന്യമൊന്നും വേണമെന്നില്ല. അപ്പോൾ കലാകാരന്മാരെ ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആണ് എക്കാലവും ഉണ്ടായത്. നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളുടെയും പശ്ചാത്തലം നോക്കുമ്പോൾ വാദ്യമേളങ്ങളുടെയും അതുപോലെ തന്നെ പൂജയുടെയും ഒക്കെ ഒരു പശ്ചാത്തലം എല്ലാ ക്ഷേത്രങ്ങളിലുണ്ട്. ചെറുപ്പവലിപ്പൊക്കെ ഉണ്ടാവും. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നെടുമ്പള്ളി തരണനല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ദേവസ്വം പ്രസിഡന്റ് ആയുർദേവൻ സോമയാച്ചിപ്പാട് അധ്യക്ഷനായി. ദേവസ്വം സെക്രട്ടറി എ കുമാരൻ, ആഘോഷ കമ്മിറ്റി കൺവീനർ വി എ ഹരിദാസ് എന്നിവർ സംസാരിച്ചു. തിരുവുള്ളക്കാവ് ക്ഷേത്ര അനുഷ്ഠാന കലാപീഠത്തിലെ 14ാം ബാച്ച് വിദ്യാർത്ഥികൾക്ക് ചടങ്ങിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ചടങ്ങിന് ശേഷം ചേർപ്പ് സുന്ദര നൃത്ത കലാനിലയം അവതരിപ്പിച്ച നൃത്തങ്ങൾ, തൃശൂർ ലയമധുരം ഓർക്കസ്ട്രയുടെ ഭക്തിഗാനമേള, ഇരിങ്ങാലക്കുട ഭരത് വിദ്വത് മണ്ഡലിന്റെ നൃത്തം എന്നിവ അരങ്ങേറി.